ആദ്യത്തെ 1 മിനിറ്റിൽ ചെയ്യേണ്ട കാര്യമാണ്. അടുത്ത 1 മിനിറ്റിൽ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കൊണ്ടുവരിക. ആഴത്തിൽ ശ്വാസം എടുക്കുക, അതിനുശേഷം മെല്ലെ പുറത്തേക്ക് വിടുക. അങ്ങനെ ആ 1 മിനിറ്റ് ഇതേ രീതിയിൽ തുടരുക. അടുത്ത ഒരു 1.5 മിനിറ്റ് മനസ്സിനെ ശാന്തമാക്കുക. നമ്മളെപ്പോഴെങ്കിലും മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചാൽ ചിന്തകൾ അങ്ങനെ കടന്നു വരും. അത് ഒരു പ്രശ്നമല്ല. ആ ചിന്തകളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കാതെ അതിനെ പോകാൻ അനുവദിക്കുക. നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കണം? ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അടുത്ത 3.5 മുതൽ 4.5 മിനിറ്റ് വരെ, അതായത് അടുത്ത 1 മിനിറ്റ് ഭഗവത് ധ്യാനമാണ്. മനസ്സിൽ ഉപാസ്യ ദേവത, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ആ ഉപാസ്യ ദേവതയെ ചിന്തിക്കുക. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ ഭഗവാനെ പറ്റി ചിന്തിക്കുക. ആ ഉപാസ്യ ദേവതയുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ, ഇപ്പോൾ മഹാദേവനാണെങ്കിൽ ആ ഒരു ധ്യാനാവസ്ഥ, ദേവിയാണെങ്കിൽ സരസ്വതീ ദേവിയാണെങ്കിൽ വീണ വായിക്കുന്നത്, ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ കുഴൽ വായിക്കുന്ന ആ ഒരു ശാന്തമായ ദൃശ്യം, അതാണ് മനസ്സിൽ ചിന്തിക്കേണ്ടത്. ആ സംഗീതം നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നു എന്ന് അനുഭവിക്കുക. അല്ലെങ്കിൽ മഹാദേവൻ്റെ ധ്യാനം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ നിറയ്ക്കുക. അടുത്ത 1/2 മിനിറ്റ്, അതായത് 4.5 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ സമയം ഏതെങ്കിലും മന്ത്രം, നമ്മൾ ഏത് ഉപാസ്യ ദേവതയാണോ മനസ്സിൽ കണ്ടത് ആ ഉപാസ്യ ദേവതയുടെ മന്ത്രം ജപിക്കുക. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള കലിദോഷ നിവാരണ മന്ത്രം അങ്ങനെ ആവർത്തിക്കുക. ആ 5 മിനിറ്റിൽ അത് പൂർത്തിയാക്കുക. 5 മിനിറ്റ് പൂർത്തിയായി കഴിയുമ്പോൾ ശ്വാസം സാധാരണ നിലയിലേക്ക് വരാൻ അനുവദിക്കുക. പതുക്കെ മെല്ലെ കണ്ണുകൾ തുറക്കുക. ഒരു ശാന്തത അനുഭവിക്കുവാനായി